വെച്ചാണ് ഈ കുഞ്ഞിനെ ഇവർ താഴേക്ക് വലിച്ചെറിഞ്ഞത്. അതേ സ്പോട്ടിൽ നിന്ന് തന്നെയാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. അതായത് പാലത്തിന്റെ ഒത്ത നടുക്ക് ഏകദേശം 7 മണിയോടുകൂടി സമയത്താണ് ഈ സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവർക്ക് അവരെ എന്ത് തന്നെ പറഞ്ഞാലും, അതായത് ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളോ എന്ത് തന്നെ പറഞ്ഞാലും ആ 4 വയസ്സുകാരി ആ കുഞ്ഞിന് അതിനെ കുറിച്ചുള്ള ഒരു ബോധ്യവും ഇല്ലാത്ത ആ കുഞ്ഞിനെ എന്തിനു കൊലപ്പെടുത്തി എന്ന ചോദ്യം അന്നു മുതൽ തന്നെ ഉയരുന്നുണ്ട്. ആ ചോദ്യം സുഹൃത്തുക്കളെ, ഈ വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നത്, അമ്മയുടെ കയ്യിൽ എത്രത്തോളം സുരക്ഷിതത്വം ഫീൽ ചെയ്തിട്ടായിരിക്കും ആ ഒരു പാവം കൊച്ച് പോയിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ പാലത്തിന് മേലേക്ക് പോകുമ്പോഴൊക്കെ ആ കുട്ടി ആലോചിച്ച് എന്തൊക്കെയായിരിക്കാം. 4 വയസ്സ് മാത്രമേ ഉള്ളൂ, അമ്മയുടെ ഒക്കത്താണ്, ഒക്കത്തിരുന്നിട്ടാ പോകുന്നേ. ആ പാലത്തിന് നടുക്കെത്തിയ സമയത്ത് ആ ഒരു കുട്ടിയെ ആ ഒരു പുഴയിലേക്ക് തള്ളിയിട്ട സമയത്ത് ആ കുഞ്ഞ് അമ്മ എന്ന് തന്നെ വിളിച്ചിട്ടായിരിക്കില്ലേ കരഞ്ഞിട്ടുണ്ടായിരിക്കുക. വേറെ എങ്ങനെയൊരു കുഞ്ഞ് കരയില്ല. അമ്മ എന്ന് തന്നെ ആയിരിക്കും ആ ഒരു കുട്ടി വിളിച്ച് കരഞ്ഞിട്ടുണ്ടായിരിക്കുക. ആ വെള്ളത്തിൽ മുങ്ങി താഴുന്ന സമയത്തും ആ ഒരു കുട്ടി അമ്മയെന്ന് തന്നെ ആയിരിക്കും ഉറക്കെ വിളിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഈ ഒരു നരാധമ, ഈ ഒരു തള്ള അത് എന്തിന് ചെയ്തു എന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല നമുക്ക്. ഇതില് ഈ അമ്മയെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ, ഇതിന് കൃത്യമായിട്ടുള്ള പങ്ക് ആ അച്ഛനുണ്ട്. ഒരു കൊച്ചിനെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിന് വളർത്താൻ കൂടിയുള്ള ഒരു ഉത്തരവാദിത്തം കാണിക്കണം. ഒരു കുട്ടിക്ക് തങ്ങളുടെ ഒരു കുട്ടിക്ക് ആ ഒരു വീട്ടിനുള്ളിൽ വെച്ച് തന്നെ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 100% ഉത്തരവാദി അതിൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ്. വേറെ ആരെയും കുറ്റം പറയരുത്. 100% അതിൻ്റെ ഉത്തരവാദി അതിൻ്റെ അച്ഛയും അമ്മയും മാത്രമാണ്. കാരണം നമുക്കറിയാം, മദ്യപാനിയാണ്, മദ്യപാനിയാണെന്ന് നമുക്ക് അയാളുടെ ഈ മദ്യപാനിയായിട്ടുള്ള ഒരു ഭർത്താവ്, വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത എല്ലാ ലൈംഗിക വൈകൃതങ്ങളുള്ള ഒരു അനിയൻ, ഒരു സ്വസ്ഥതയും ഇല്ലാത്ത ഒരു വീട്, 24 മണിക്കൂറും വഴക്കും വക്കാണവും മാത്രമുള്ള ഒരു വീട്. ആ വീട്ടിൽ ആ ഒരു കുട്ടി അത്രയും കാലം വളർന്നത് എങ്ങനെയെന്നുള്ളത് അത്ഭുതം. അങ്ങനത്തെ വീടുകളൊക്കെ നമ്മളുടെയൊക്കെ ഇടയിലൊക്കെ ഇപ്പോഴും കാണാനുണ്ട്. അത്തരം വീടുകളിൽ ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ ഈസി ആയിട്ട് സംഭവിക്കും. അത്തരം കുറ്റകൃത്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതാ പറഞ്ഞത്, ഇതിൻ്റെയൊക്കെ പരിപൂർണ ഉത്തരവാദി ആ ഒരു അച്ഛനുണ്ട്, അമ്മയ്ക്കുണ്ട്. ഇനി ആ ഒരു അനിയെന്ന് പറയുന്ന ആ ഒരു നാറിയുടെ അവസ്ഥയിലേക്ക് പറഞ്ഞു വരികയാണെങ്കിൽ, ഞാൻ ആ ഒരു നാറിയെ മാത്രമല്ല, ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം ഈ പെണ്ണ് ഈ രഹസ്യം ഒളിപ്പിക്കുന്നതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും ഇതുവരെയും നോക്കൂ, 2 വയസ്സ് മുതൽ ആ ഒരു പാവം കുട്ടിയെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ വൃത്തികെട്ടവൻ. 2 വയസ്സ് മുതൽ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചില ദിവസങ്ങൾ കുളിപ്പിച്ചു കൊടുക്കുന്നത് പോലും ആ ഒരു നാറിയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ വന്നിട്ടുള്ള സ്പേം അവൻ രാവിലെ എഴുന്നേറ്റ് കുളിപ്പിച്ച് കളയുന്നു എന്നർത്ഥം, കഴുകി കളയുന്നു എന്നർത്ഥം. ഇതൊരിക്കൽ എങ്ങനെയൊക്കെയാണെങ്കിലും ആ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് 100% തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളുടെ പേര് കൂടിയാണ് അമ്മ. അമ്മയ്ക്ക് അത് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ കഴിയും. അത് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ, എൻ്റെ പൊന്നു സ്ത്രീയെ, എവിടൊക്കെയോ എന്തൊക്കെയോ ഫിഷിങ് സംതിങ് മണക്കുന്നുണ്ട്. ഇവർക്ക് കൃത്യമായിട്ടും എനിക്ക് തോന്നുന്നത് അനിയച്ചാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതെന്ത് ബന്ധം നിങ്ങൾ ചോദിക്കേണ്ട, ആ ഒരു നല്ല ബന്ധം അനിയച്ചാരുമായിട്ടുണ്ടായിരിക്കാം. എൻ്റെ സംശയം ഇത് അനിയച്ചാരുമായിട്ട് മാത്രമല്ല എന്നതാണ്. ഇനി വേറെ എൻ്റെ ഒരു ഉള്ളിലെ സംശയം എന്താ വെച്ചാൽ, ഇനി എങ്ങാണ്ടും ഈ സ്ത്രീക്ക് ഭർത്താവ് എന്തായാലും ആഴ്ചകൾ കഴിഞ്ഞിട്ടാണല്ലോ ജോലി കഴിഞ്ഞിട്ട് വരുന്നത്, പിന്നെ കള്ളുടിച്ച് കിടന്നിട്ട് പിറ്റേന്ന് നീച്ചു പോകുന്ന അവസ്ഥയാണല്ലോ. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഈ സ്ത്രീക്ക് വേറെ വല്ല ബന്ധം ഉണ്ടായിരുന്നു എന്നുകൂടി അന്വേഷിക്കേണ്ടിയിരിക്കും. ആ വേറെ ബന്ധം തിരിച്ചറിഞ്ഞ ഒരാളാണ് അനിയനെങ്കിൽ, അനിയൻ ഈ ഒരു പെൺകുട്ടിയോട് ചെയ്യുന്ന എല്ലാത്തരം ക്രൂരതകളും ആ അമ്മ മറച്ചു പിടിക്കും. കാരണം തൻ്റെ രഹസ്യം അനിയൻ ഏട്ടനോട് പറയാതിരിക്കാൻ. ഇങ്ങനെയും എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ ഒരു പക്ഷെ അവിടെ സംഭവിച്ചിരിക്കാം. കാരണം ഇതിനൊക്കെയുള്ള സാധ്യതകൾ അവിടെ ഒരുപാട് ഉണ്ടെന്നുള്ളതാണ്. എന്തൊക്കെ സാധ്യതകളുണ്ടെങ്കിലും എന്തിന് ഈ കുട്ടിയെ എന്നുള്ളതാണ്. ഒന്നുകിൽ അമ്മയുടെ അരുതാത്ത അനിയച്ചാരുമായിട്ടുള്ള ബന്ധം കുട്ടി കണ്ടിരിക്കാം. കുട്ടി 4 വയസ്സായ കുട്ടിയാണ്, അത്യാവശ്യം വർത്തമാനം പറയുന്ന കുട്ടിയാണ്. തീർച്ചയായിട്ടും അത് അച്ഛനോട് കണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞിടക്കുന്ന സ്വഭാവമുള്ള അത്തരം ഒരു ക്യാരക്ടറാണ് 4 വയസ്സെന്ന് പറയുന്ന ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക്. കണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരും പറയും. കാരണം ഏകദേശം കാര്യങ്ങളൊക്കെ എന്താണ് കണ്ടെന്നൊക്കെ തുറന്നു പറയും. ഒരുപക്ഷെ ഇത് ഞാൻ അച്ഛനോട് പറയുമെന്നങ്ങാൻ ഈ തള്ളയോട് പറഞ്ഞിട്ടുണ്ടോ ഈ പാവം കുട്ടി എന്നുള്ളതാണ് അടുത്തത്. അവർ പക്ഷെ അപ്പോഴത്തെ ഇമോഷണൽ കുട്ടികൾ അങ്ങനെയൊക്കെ പറയും, പിന്നെ മറന്നു പോകും.
ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ളതാണ് സംശയം. എന്തായാലും ഇത് അവതരിപ്പിക്കുന്ന, ഇത് പറയുന്ന ആ ഒരു റിപ്പോർട്ടർ പോലും വളരെയധികം വികാരഭരിതമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ പെണ്ണെടുത്ത് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് താളത്തിൽ കിട്ടുമെന്ന് ഒരു മടിയും കൂടാതെ പറയുന്നത്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എറിഞ്ഞു, സ്വന്തം കുട്ടിയെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എറിഞ്ഞു എന്ന് ഒരു മടിയും കൂടാതെ പറയുകയും ഇപ്പോഴും ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മഹത്തായ എന്തോ ഒരു വലിയ രഹസ്യം അവളിൽ ഉണ്ട് എന്നർത്ഥം. ആ രഹസ്യം എന്ത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൊലപാതകത്തിന് പുറകിൽ അച്ഛൻ മാത്രമല്ല, അമ്മ മാത്രമല്ല, അമ്മായിമ്മ മാത്രമല്ല, അനിയൻ മാത്രമല്ല, ഇവൾ മാത്രമല്ല, മൂന്നാമത് വേറൊരാൾ കൂടിയുണ്ട്. ആ വീട്ടിനുള്ളിൽ ഈ രണ്ടുപേരെ കഴിച്ച് ഇനിയും വേറൊരാൾ കൂടി ഈ കൊലപാതകത്തിന് പുറകിലുണ്ട്. അതാര് എന്നുള്ളത് ആ പെണ്ണിന്റെ വായിൽ നിന്ന് തന്നെ വരണം. തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരടക്കമുള്ള ആളുകൾ ഉന്നയിക്കുകയും ചെയ്തത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഏതായാലും എന്താണ് അന്ന് ചെയ്തത്, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തിനൊക്കെ മുഖം മറച്ചു പിടിക്കുന്നത് എനിക്കതാ മനസ്സിലാവും. എന്തിന് എന്ത് കുറ്റബോധം? നായന്റെ മോൾക്കൊക്കെ എന്ത് കുറ്റബോധം? ഒരു കുറ്റബോധം ഉണ്ടായിരിക്കില്ല. രണ്ടിക്കും നോക്കൂ, ആ പറഞ്ഞ വാക്കാലോചിക്ക്, ഞാൻ ഇവിടുന്ന് എറിഞ്ഞു എന്ന്. ആ സമയത്ത് ആ കുട്ടിക്ക് ബോധമുണ്ടോ? ഉറങ്ങിയിട്ടൊന്നുമില്ല. പരിപൂർണമായിട്ട് അമ്മയുടെ ഒക്കത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായ ഇടം എന്നുള്ളതാണ്. ഏറ്റവും സുരക്ഷിതമായിട്ട് ഇടം. അങ്ങനത്തെ ഒരു ഇടത്തിരുന്നിട്ടാണ് ആ പാവം കുട്ടി സഞ്ചരിച്ചത്. അവിടെ നിന്നാണ് എടുത്തിട്ട് ആ കുട്ടിയെ ആ ഒരു പുഴയിലേക്ക്, ആഴങ്ങളിലേക്ക് എടുത്തെറിഞ്ഞത്. തീർച്ചയായിട്ടും അവിഹിതം മണക്കുന്നുണ്ട്. ഇവർക്ക് വേറെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയ കാരണമാണ്. ഈ കൊലപാതകത്തിന് പുറകിൽ വലിയ കാരണമാണ്. അത് ആ പെണ്ണിന്റെ വായിൽ നിന്ന് തന്നെ പുറത്തു വരണം. അല്ലെങ്കിൽ അനിയനിങ്ങനെ സമാധാനപരമായിട്ട് ചോദ്യം ചെയ്യുന്നത് കൊടുക്കണം. എൻ്റെ പോലീസുകാരന്മാരെ, ഇപ്പോഴല്ല നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക. അവൻ ഇനി അവൻ്റെ സാധനം പൊങ്ങാത്ത വിധത്തിൽ നിങ്ങൾ തീർത്ത് കളയണം. ബൈ.